بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين فصل في التوكل അള്ളാഹുവിൽ പരമേൽപ്പിക്കും മുത്തല്ലിമീങ്ങളാകുമ്പം പരമേൽപ്പിച്ചൊക്കെ നമ്മൾ ജീവിച്ചു വേണം, പഠിച്ചു വേണം. അമ്മ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്നല്ലേ. അതുകൊണ്ട് മുസന്നിഫ് റഹ്മഹുല്ലാഹ് നമുക്ക് വിശദീകരിച്ചു തരികയാണ്, നമ്മളെന്ത് ചെയ്യണം, തവക്കുലിന്റെ അകലുകാരാകണം എന്ന്. തസ്വീദുൽ അംരി ഇലല്ലാഹ് എന്നതാണ് അതിന്റെ അർത്ഥം. കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. ചുമ്മ ഈ പറഞ്ഞൊക്കെ നീ മനസ്സിലാക്കിയെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇനിയും പറയട്ടെ. തുമ്മലാ ബുദ്ധ, കൂടാണ്ട് കഴിയുകയില്ല, ലി ത്വാലിബിൽ ഇൽമി, ഇൽമിനെ തേടുന്നവന്, അനിത്തവക്കുലി, തവക്കുലിനെ തൊട്ട് കൂടാണ്ട് കഴിയുകയില്ല, ഈ ത്വലബിൽ ഇൽമി, ഇൽമിനെ തേടുമ്പോൾ, വലായഹ്തമ്മു, അവൻ ഹമ്മിലാകരുത്, നീ അമ്പിൽ, ഒരു കാര്യത്തിനും ഹമ്മിലാണ്, റിസ്ഖിന്റെ കാര്യത്തിലും ഒരു വിഷയത്തിലും ഹമ്മിലാകണ്ട എന്ന്. അപ്പൊ നമ്മളവിടെ കുറെ ഓയതാണ്, ഞാൻ വിട്ടുപോയി. ലാ യഹ്തമ്മു ലി അംരി റിസ്ഖി വലാ യസ്തഗിലു ഖൽബുഹു ബിദാലിക. അതുകൊണ്ട് അവന്റെ കൽബും ജോലിയാകണ്ട ഭക്ഷണം വരുത്തിന്റെ കാര്യത്തിൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. ലാ യുശ്ഗിലു എന്നുണ്ട്, മിനൽ ഇശ്ഗാലിൽ നിന്നായിട്ട്. ജോലിയാക്കരുത് ഖൽബഹു ബിദാലിക, അവന്റെ കൽബിനെ അവൻ ജോലിയാക്കണ്ട, ബിദാലിക, ഈ ഭക്ഷണങ്ങളെ ഹാസിലാക്കുന്നുണ്ട്. അല്ലാഹു തആല തരും. വറവാ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അൻ അബ്ദുല്ലാഹ് ബിൻ ഹസൻ അസ്-സുബൈരി റളിയല്ലാഹു അൻഹു സാഹിബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സാഹിബൊന്നും ഈ ധാരാളൊന്നും ഉണ്ടായിട്ടില്ല, ഹുവ സാഹിബ് സങ്കല്പിച്ചു കൊടുത്താൽ. മൻ തഫഖഹ, ആരെങ്കിലും ഫിഖ് പഠിച്ചു, കർമ്മശാസ്ത്രം, ഇൽമ്, ശർഈയായ ഇൽമ് എന്നതിന് മാനയുള്ളൂ, ഫീ ദീനില്ലാഹി, അല്ലാഹുവിന്റെ ദീൻ കാര്യത്തിലായ നിലയിൽ, ഇസ്ലാം ദീനിലായ നിലയിൽ, ശർഈന്റെ അഹ്കാമുകളെ കൊണ്ട് ജോലിയായി, ശർഈന്റെ അഹ്കാമുകൾ കൊണ്ട് അറിയുന്നവനായാലേ കഫാഉല്ലാഹു, അല്ലാഹു തആല അവന് മതിയാക്കി കൊടുക്കും, ഹമ്മഹു, അവന്റെ ഉദ്ദിഷ്ട കാര്യങ്ങളെ, ഫറസഖഹു, അല്ലാഹു അവനക്ക് വേണ്ടുന്നതൊക്കെ കൊടുക്കും, മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ ഉദ്ദേശിക്കാത്ത, ചിന്തിക്കാത്ത ഭാഗത്തിൽ കൂടി. ഫഇന്നമൻ, ചില മനുഷ്യന്മാര്, കാരണം ചില ആൾക്കാർ, ശഗല ഖൽബുഹു, അവന്റെ കൽബ് ജോലിയായി, ബി അംരി റിസ്ഖി, റിസ്ഖിന്റെ കാര്യം കൊണ്ട്, ഭക്ഷണത്തിന്റെ കാര്യം കൊണ്ട്, മിനൽ ഖൂതി വൽ കിസ്വത്ത്. അപ്പൊ റസഖ, റസഖിന് കൊടുക്കുക, നൽകുക, വാങ്ങുക, തരുക, അല്ലാഹു തആല തരുന്നതല്ല. അപ്പോൾ ഭക്ഷണങ്ങളായാലും വസ്ത്രങ്ങളായാലും, അതേ ശരണമെന്ന് പറഞ്ഞാലോ, കല്ലമായത്ത് പറവു, അപ്പോൾ വളരെ കുറവായിരിക്കും. എന്ത്, വളരെ കുറവായിരിക്കും. ലി തഹ്സീലി മക്കാരിമില്ല, കല്ലമായത്ത് പറവു, വളരെ, ഏറ്റവും വളരെ പരിയകാവും, ഒഴിവാകല് വരും. ലി തഹ്സീലി മക്കാരിമില്ല അഖ്ലാഖ്. അപ്പോൾ മആലിൽ-ഉമൂർ, നല്ല സ്വഭാവങ്ങളും ഉന്നതമായ സ്ഥാനമാനങ്ങളും ഹാസിലാക്കലിന് വേണ്ടി സമയം ഉണ്ടാകൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ചില പറയപ്പെട്ട് ദഇൽ മക്കാരിം ലാ തർഹൽ ബിഗിയത്തി, ഉന്നതമായ സ്ഥാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ നീ പോകണ്ട, അത് തേടിയിട്ട് നീ എന്ത് ചെയ്യണ്ട, ഉന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കുക. അതുകൊണ്ട് അതിനുവേണ്ടി പോരുന്നതിന്റെ മേന, അതിന്റെ അർത്ഥം പിന്നെ പറയുന്നത് ലാ തർഹൽ ബിഗിയത്തിഹ, അത് തേടി പോകണ്ട, അതിങ്ങോട്ട് തേടി വരും, അതതിന്റെ അർത്ഥം. വഖ്ഉദ്, എവിടെങ്കിലും കുത്തിരുന്ന് നല്ല സബക്കും ദർസും കാര്യങ്ങളൊക്കെ നടത്ത്. ഫഇന്നക അന്ത ത്വഇമുൽ കാസി, നീ ത്വഇമുള്ളവനാണ്, നീ തൊഴിലുള്ളവനാണ്. അതുകൊണ്ട് മറ്റത് ഹാസിലാകാൻ വേണ്ടി നടക്കണ്ട,
നിനക്കെല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും അല്ലാഹു. ഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, ലി മൻസൂറുൽ ഹല്ലാജി, മൻസൂറുൽ ഹല്ലാജിനോട് പറഞ്ഞു, ഔസിനീ, നിങ്ങളെനിക്കൊന്ന് ഉപദേശം തരീൻ. ഫഖാല, അപ്പോൾ അവർ പറഞ്ഞു, ഹിയാ വസിയ്യത്ത് നഫ്സുക, നിന്റെ നഫ്സ് തന്നെയാണ്. ഇല്ലം തസ്തഗിൽഹ, ആ നഫ്സ് നീ ആ നഫ്സിനെ ജോലിയാക്കിയില്ല എങ്കിൽ ശഗലത്തുക, ആ നഫ്സ് നിന്നെ ജോലിയാക്കും. മനസ്സിലായില്ലേ? ആ നഫ്സിനെ സൂക്ഷിച്ചാൽ മതി. നഫ്സ് ഇങ്ങനെ പലതും ആഗ്രഹിച്ചു പോകും. അതുകൊണ്ട് ഇപ്പം എംബഗീലി കുല്ലി അഹദിൻ, എല്ലാവർക്കും അത്യന്താപേക്ഷിതമായത് അൻ യുശ്ഗില നഫ്സഹു, അവന്റെ നഫ്സിനെ ജോലിയാക്കണം. ബി അഅമാലിൽ ഖൈർ, നല്ല ഖൈറുകൾ വെച്ച് ഏറ്റവും നല്ലത് കൊണ്ട് ജോലി, അമലുകൾ വെച്ച് ഏറ്റവും ഖൈറായ അമലുകൾ കൊണ്ട് ജോലിയാക്കണം. ഹത്താ ലാ തസ്തഗിലു നഫ്സുഹു ബിഹവാഹു, അവന്റെ നഫ്സ് അവന്റെ ഇച്ഛ അനുസരിച്ച് കൊണ്ട് ജോലിയാകാതിരിക്കാൻ വേണ്ടി നല്ലതായ കാര്യങ്ങൾ കൊണ്ട് നഫ്സിനെ ജോലിയാക്കാൻ ഓരോരുത്തർക്കും അത്യന്താപേക്ഷിതമാണ്. വലായത്തമുൽ ആഖിലു, ബുദ്ധിമാൻ ഹമ്മിലാകരുത്, ലി അംരി ദുനിയാ, ദുനിയാവിന്റെ കാര്യത്തിൽ. അതിങ്ങനെ വരും പോകും, അതിനകത്ത് നമ്മളൊന്നും ഹമ്മ ഉണ്ടാക്കണ്ടല്ലേ. അന്നൽ ഹമ്മ വൽ ഹസൻ, ഹുസ്ൻ ഹസനൊക്കെ പറയാലോ. എല്ലാം ലാ യറുദ്ദു മുസീബത്തൻ വലാ യൻഫഉ, ഒരു മുസീബത്തിനെ തടുക്കുകയുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാ വല്ലതിനും പ്രയോജനം ചെയ്യുക, അതുമില്ല. ഒന്നിനെയും പ്രയോജനം ചെയ്യുകയില്ല, ഒന്നിനെയും തടുക്കുകയില്ല. പിന്നെന്തിനാ അതിനകത്ത് നമ്മൾ ഹമ്മാവുന്നേ? ബൽ യളുറുൽ ഖൽബ വൽ അഖ്ല വൽ ബദന, എല്ലാത്തിനും അത് ളററാകും, അത് ദ്രോഹമാവുകയുള്ളൂ എന്ന്. എന്താ الله ويحل പിന്നെന്താണ് യുഹില്ലു, അത് ഭംഗം വരുത്തുകയും ചെയ്യുമ്പോൾ അമാലിൽ ഖൈർ, നന്മകളൊന്നും ചെയ്യാനും പറ്റില്ല. യഹ്തമ്മലി അംരിൽ ആഖിറത്തി, ആഖിറത്തിന്റെ കാര്യം കൊണ്ട് ഹമ്മാകട്ടെ. ലിഅന്നഹു, അതാണ് യൻഫഉ, പ്രയോജനം ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് ഏറ്റവും വലിയ ഹമ്മ മനുഷ്യന്മാരെ പാവങ്ങൾ പൊറുപ്പിക്കുന്ന ഒന്നിൽപ്പെട്ടതാണ് ദുനിയാവിനോടുള്ള ഹമ്മ. അതിലെങ്കിൽ വിഷമം വരുമ്പോൾ പാവങ്ങൾ പൊറുക്കുന്നൊക്കെ റസൂലുള്ള പറഞ്ഞതോന്ന്, അത് അമലുകൾ ഖൈറായ അമലുകൾ മുടക്കാക്കാത്ത ഖദറാണ് ആ പറഞ്ഞത് എന്ന് മനസ്സിലായില്ലേ? അതാണ് ഇനി പറയുന്നത്. അമ്മ ഖൗലു അലൈഹി സ്വലാത്തു വസ്സലാം അന്ന മിന ദുനൂബി ദുനൂബൻ, ചില പാവങ്ങളുണ്ട്, മനസ്സിലായോ? ദുനൂബൻ ലാ യുകഫിറുഹ ഇല്ല ഹമ്മുൽ മഈശ, മഈശത്തിന്റെ അമ്മല്ലാതെ അതിന് ജീവിതോപാധിയിലുള്ള വിഷമമല്ലാതെ അതിനെ പൊറുപ്പിക്കുകയില്ല എന്നുണ്ടല്ലോ. അത് ഖൈറായ അമലുകളെ തടയാത്ത രീതിയിലുള്ള അമ്മാണ് പറഞ്ഞത്. ഏതായാലും വലാ യുശ്ഗിലുൽ ഖൽബ, അവന്റെ കൽബിനെ അവൻ ജോലിയാക്കരുത്. ശുഗ്ലൻ, ഒരു ജോലിയാക്കൽ. യുഖില്ലു ബി ഇളാലിൽ ഖൽബി ഫി സ്വല, നിസ്കാരത്തിൽ ഹുദൂറുൽ ഖൽബോടുകൂടെയുള്ള ജോലിയെ, ഹുദൂറുൽ ഖൽബോട് മനസാന്നിധ്യത്തോടുകൂടെയുള്ള നിസ്കാരത്തിനെ തടയുന്ന, ഭംഗം വരുത്തുന്ന ഒരു ജോലി ഖൽബിന് കൊടുക്കരുത്. ഫഇന്ന ദാലികൽ ഖദറ മിനൽ ഹം, അത് ഹമ്മിൽപ്പെട്ടതാണ്. വൽ ഖസ്ദു മിൻ അഅമാലിൽ ആഖിറ, ഖസ്ദ് അമലുൽ ആഖിറയാണ്. അതുകൊണ്ട് കൽബിനെ നല്ല രീതിയിൽ ഹുദൂറുൽ ഖൽബ് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഹമ്മൊന്നും നമ്മുടെ കൽബിൽ വേണ്ട. വലാ ബുദ്ദലി ത്വാലിബിൽ ഇൽമി, ഇൽമ തേടുന്നവന് കൂടാണ്ട് കഴിയില്ല. മിൻ തഖ്ലീൽ അലായിഖ് ദുന്യവിയ്യ, ദുന്യവിയായ മറ്റുള്ള ബന്ധങ്ങളൊക്കെ മുറിച്ചളയണം, അല്ലാതെ ശരിയാക്കത്തില്ല, കുറയ്ക്കണം.
ഖദറുൽ വസി കഴിവിന്റെ പരമാവധി. അലിയാദ ഇക്കാരണത്തിന് വേണ്ടി ഇഖ്താറുൽ ഖുർബത്ത പ്രവാസികളായ പരദേശികളായി പോകാൻ അവർ തിരഞ്ഞെടുത്തു. വലാബുദ്ദലി ത്വാലിബുൽ ഇൽമി ഇൽമിനെ തേടുന്നവന് കൂടാണ്ട് കഴിയുകയില്ല. മിൻ തഹമ്മുലിൽ മശഖത്തി വിഷമങ്ങൾ കുറെ സഹിക്കണം. വന്നസബി വിഷമങ്ങളും വന്നസബി പ്രയാസങ്ങളും ഫീ സഫരി തഅല്ലുമി ഇൽമി തേടാൻ പോകുമ്പോൾ പിന്നെ ലഖദ് ലഖീന മിൻ സഫരിനാ ഹാദാ നസബാൻ കമാ ഖാല മൂസ അലൈഹിസ്സലാം പറഞ്ഞല്ലോ ഫീ സഫരി തഅല്ലുമി യാത്ര ഇൽമു പഠിക്കാൻ വേണ്ടി പോയപ്പോഴല്ലേ പറഞ്ഞേ അലം യുൻഖലന്നു ദാലിക ബി ഗൈരി ഇങ്ങനെ ഒരു വിഷമം പിടിച്ച യാത്ര മറ്റൊരാളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. അസ്വാരി യാത്രകളാൽ ലഖദ് ലഖീന എന്താ മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞത്? ലഖദ് ലഖീന മിൻ സഫരിനാ ഹാദാ നസബാ പടച്ചോനെ ഇതെന്തൊരു വിഷമം ഈ യാത്രയിൽ എന്നുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇൽമു പഠിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റിയ വിഷമമൊക്കെ അതൊക്കെ നമ്മൾ സഹിക്കണം. അറിയണം അന്ന സഫറൽ ഇൽമി ലാ യഖ്ലു അനി തഅബ് ഇൽമിന് വേണ്ടിയുള്ള യാത്രയല്ല. അപ്പൊ കുറച്ച് വിഷമമൊക്കെ സഹിക്കേണ്ടി വരും. എന്ന തൊലബൽ ഇൽമി ഇൽമിനെ തേടുക എന്നുള്ളത് അമ്രുൻ അദീമുൻ വണ്ണമായൊരു കാര്യമാണ്. ബഹുവ ഈ ഇൽമിനെ തേടൽ അഫ്ദൽ മിനൽ വസവാത്തി യുദ്ധങ്ങൾക്ക് പോകുന്നതിനേക്കാൾ അഫ്ദലാണ്. അല ഇന്ദാഖ്തറുൽ ഉലമായി വല്ലജറു പിന്നെ കൂലി കിട്ടുന്നതോ അല ഖദ്രി തഅബി വന്നസബി പ്രയാസങ്ങളും അതേ പ്രകാരം തന്നെ വിഷമങ്ങളുടെയും തോതനുസരിച്ചാണ്. ഫമൻ സബറ അലാ ദാലിക അങ്ങനെ അതിന്റെ മേലെ അങ്ങ് ക്ഷമിച്ചു പോയാൽ വജദ ലദ്ദത്തൽ ഇൽം ഇൽമിന്റെ എല്ലാ ലദ്ദത്തുകളെയും അവൻ എത്തിക്കാൻ കഴിയും. മനസ്സിലായി? നല്ല ലദ്ദത്ത് കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. തന്നെയല്ല സായിറ ലദ്ദാത്തി ദുനിയാവിന്റെ മറ്റെല്ലാ ലദ്ദത്തുകളെക്കാളും മേലെ ആയതുമാകും ഇത്. നല്ല സുഖമുണ്ടാവും. മറ്റുള്ളതിനൊരു സുഖം അനുഭവിക്കണമെന്നില്ല. ലദ്ദത്തുൽ ഇൽമ് ഭയങ്കരമാണ്. അത് വമ്പനാണ്. അത് രുചിച്ചറിഞ്ഞവർക്ക് ഭയങ്കരം തന്നെയാണ്. പിന്നെ അയറ്റിങ്ങൾ അതിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകില്ല. പുസ്തക പുഴുക്കളായിട്ട് അങ്ങ് കൂടിക്കളയും. അലിഹാദ കാന മുഹമ്മദ് ബിൻ ഹസൻ റളിയല്ലാഹു അൻഹു ഇദാ സാറൽ ലയാലി ഇൻഹല്ല ലഹുൽ മുഷ്കലാത്ത്. കണ്ടോ മഹാനായ ഹസൻ മുഹമ്മദ് ബിൻ ഹസൻ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ കുത്തിരുന്ന് നോക്കും. അവ എല്ലാ ഇഷ്കാലുകളും മാറും. യഖൂലു അവർ ചോദിക്കും പറയും അയിന അബ്നാഉൽ മുലൂക് മിൻ ഹാദിഹിൽ ലദ്ദാത്ത്. ഇങ്ങനെ ഓരോരോ ഇഷ്കാലുകളും ഓരോരോ സംശയങ്ങൾ ഇങ്ങനെ കെട്ടഴിഞ്ഞു വരുമ്പോൾ എന്താ സുഖം, ഹായ് പമ്പൻ സുഖം. ഈ സുഖത്തിന് ആരാ ഉള്ളത്? ഈ സുഖത്തിന് ആരാ ഉള്ളത്? ഈ രാജാക്കന്മാരുടെ മക്കൾക്ക് എന്ത് സുഖമുള്ളത്? കണ്ണും കുടിച്ച് വെള്ളം കുടിച്ച് ഇങ്ങനെ കിടക്കാന്നല്ലാതെ വല്ല ഫലമുണ്ടോ? അതുകൊണ്ട് എംബഗീൽ ത്വാലിബിൽ ഇൽമി ഇൽമി തേടുന്നവന് അത്യന്താപേക്ഷിതമാണ് അല്ലാ യസ്തഗ്ല ബിശൈഇൻ ആഖറ ഗൈറിൽ ഇൽം ഇൽമല്ലാത്ത മറ്റൊന്നുകൊണ്ടും ജോലിയാകരുത്. വലാ യുഇറുദു അനിൽ ഫിഖ് കർമ്മശാസ്ത്രത്തിനെ തൊട്ട് തിരിഞ്ഞു കളയുകയും അരുത്. ഖാല മുഹമ്മദ് റഹ്മഹുല്ലാഹു തആല അല്ലാഹ് ഇന്ന സിനാഅതന ഹാദിഹി മിനൽ മഗ്ദ് ഇലൽ ലഹദ്. നമ്മുടെ ഈ പ്രവർത്തനം ഈ ജോലി തൊട്ടിനു മുതൽ ഖബർ വരെയാണ്. ഫമൻ അറാദ അൻ യത്റുക ഇൽമനാ ഹാദാ സഅതൻ ഫല്യത്റുകുഹു സഅത്ത്. നമ്മുടെ ഈ ഇൽമിനെ ആരെങ്കിലും ഒരു മണിക്കൂർ ഉപേക്ഷിച്ചാൽ അവനെ സഅത്ത് മണിക്കൂറുകൾ അവനെ ഒഴിവാക്കി കളയും. വദഖല ഫഖീഹുൻ വഹുവ ഇബ്രാഹിം ബിൻ ജറാഹ് على أبي يوسف يعوده في مرض موته وهو يجوده بنفسه فقال أبو يوسف له رمي الجمال راكبا أفضل أم راجلا فلم يعرف الجواب فأجاب بنفسه وهو أن الرمي ماشيا أحب في الأولين. ما شاء الله. ഇൽമിനോടുള്ള ആഗ്രഹവും ഇൽമിനോടുള്ള സ്നേഹവും ശ്വാസം മുട്ടി കിടക്കുകയാണ്, മരിക്കാനായി കിടക്കുകയാണ്. മഹാനായ ഇബ്രാഹിം ജറാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബൂ യൂസുഫ് ജാനി മഹാനായ അബൂ ഹനീഫ തങ്ങളുടെ സാഹിബാണ്. ഞാൻ അബൂ യൂസുഫിന്റെ മേൽ കടന്നു ചെന്നു. യഊദുഹു രോഗസന്ദർശനത്തിന് എന്നതാണ്. ഫീ മർദി മൗത്തിഹി മഹാനവറുകൾ മരണശയ്യയിലാണ്.
ഞാനിങ്ങനെ ചെല്ലുമ്പോൾ വഹുവ യജൂദു ബി നഫ്സിഹി, അവരുടെ നഫസിഹി, ശ്വാസം ഇങ്ങനെ മുട്ടുന്നുണ്ട്, ശ്വാസം മുട്ടി ഇങ്ങനെ കിടക്കണം ഓരോ. ബി നഫസിഹി യജൂദു മിൻജാദെ യജൂദ് ബി നഫസിഹി, അതായത് സക്രാത്തിന്റെ ഹാലിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഫഖാല അബൂ യൂസുഫ്, അപ്പോഴാണ് അബൂ യൂസുഫ് ചോദിക്കുന്നത് ലഹു, ഈ ചെന്ന പണ്ഡിതനോട്, അല്ല റമ്യുൽ ജിമാരി റാക്കിബൻ അഫ്ളലു അം റാജിലൻ, അല്ല അവർക്ക് അവിടെയാണ് ചിന്ത. എവിടെയാ? ഹജ്ജിന് പോകുമ്പോഴേ ഹബീബേ, ഈ നമ്മൾ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് എറിയലാണോ നല്ലത്, അതല്ല കാൽനടയായി പോയി എറിയലാണോ വാഹനത്തിൽ പോയി എറിയലാണോ നല്ലത്? മാന ഇബ്രാഹിം ജറാഹ് പറയുന്നത് എനിക്കതിനെ പറ്റി അറിയില്ലായിരുന്നു. ഫലം യാരിഫുൽ ജവാബ്, ജവാബിനെ അറിയില്ല. ഫഅജാബ ബിനഫ്സിഹി, ആ ശ്വാസം മുട്ടി ആ ചക്രശ്വാസത്തിൽ ഇങ്ങനെ ആ സക്രാത്തി ഹായിൽ തന്നെ മഹാനവറുകൾ പറഞ്ഞു, വഹുവ അന്നർ റമ്യ മാഷിയൻ അഹബ്ബു, അണ്ണാ അഹബ്ബു, അതാണ് ഏറ്റവും മഹബ്ബായത്. ഫിൽ അവലീന വെച്ചാല് റമ്യുൽ ജിമാറിന് ഏകദേശമൊക്കെ ജംറകളോട് അടുത്ത് താമസിക്കുന്നവർക്ക് എന്നാണ് അതിന്റെ അർത്ഥം. ഫിൽ അവലീന എന്ന് പറഞ്ഞത് മസ്ജിദുൽ ഖൈഫിന്റെ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക്, അതിനടുത്തുള്ളവർ എന്നതിന്റെ വായന തിരിഞ്ഞോ? അപ്പൊ അവിടുന്ന് കുറെ ദൂരം താമസിക്കുകയാണെങ്കിലോ അവർ ബാക്കി ബായിക്കൊണ്ട് വരലാണ്. അപ്പൊ എന്നാല് ഫില്ലവലീന മുൻഗാമികൾ എന്ന് അർത്ഥം വഹിച്ചോളേണ്ട അവിടെ നമ്മൾ വേണ്ടാ. തിരിഞ്ഞോ? മാഷാ അല്ലാഹ്, ചക്രശ്വാസത്തിലും സക്രാത്തിന്റെ ഹാലിലും ഇൽമു കൊണ്ട് ജോലിയായവർ, اللهم ارزقنا لذة في التعلم والتعليم يا الله والتدريس يا الله. اللهم ارزقنا لذة في اشتغال العلم في شغل العلم واشغال العلم يا ارحم الراحمين. بحق سيدنا ابي يوسف، بحق علمائنا واساتذتنا يا الله.